മാധവ് സുരേഷിനെ വെച്ചിട്ട് 4.5 കോടി മുടക്കിയെന്ന് സിനിമാക്കാർ പട്ടികളെ പട്ടികളെ ഞാൻ പറയുന്നത് അംഗമട്ടഹാസം എന്ന് പറഞ്ഞ സിനിമ. എടാ മാധവ് സുരേഷ്, നാണം ഉണ്ടെങ്കിൽ നീ നിനക്ക് എവിടെ വീട്ടിയത്? ഞാൻ പൈസ വാങ്ങിച്ചത് എവിടെയാണ് പൈസ വാങ്ങിച്ചത്? ഉളുപ്പിടറാ നിനക്ക്? തെളിവ് കാണിച്ചു പറയടാ. നിന്റെ അച്ഛന്റെ ഫാനാണ് ഞാൻ. ആടാ പൈസ വാങ്ങിയത്? കാണിക്കടാ. കളിക്കാൻ നിൽക്കണടാ പട്ടികളെ. നിനക്കെതിരെ ഞാൻ ലീഗലി മൂവി. ഹലോ ഗൈസ്, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വീഡിയോ സിനിമയുടെ റിവ്യൂ ഒന്നും അല്ല. ഞാൻ നമ്മുടെ അശ്വന്ത് ഗോക്ക് നമ്മുടെ അംഗമട്ടഹാസം എന്ന് പറഞ്ഞ സിനിമയ്ക്കെതിരെ നമ്മുടെ മാധവ് സുരേഷിനും അതിന്റെ ഒരു താടിക്കാരൻ പ്രൊഡ്യൂസറിനെ പറ്റിയുള്ള ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് നമ്മൾ വേറൊരാളെ ചീത്ത വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ പറ്റി മോശം പറയുമ്പോൾ നമ്മൾ അത് കണ്ട് ചിന്തിക്കുക, അല്ലെങ്കിൽ അത് കണ്ട് സന്തോഷിക്കുക, അല്ലെങ്കിൽ ചിരിക്കുക, ചിരി വരിക എന്നൊക്കെ പറയുന്നത് അത് ചിലപ്പം ഒരു പോസിറ്റീവ് തോട്ടാണോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഈ ഒരു കേസിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ഞാൻ ആ വീഡിയോ ചിരിച്ചിരിച്ച് മണ്ണ് കപ്പി. അതായത് ചിരിച്ചിരിച്ച് മണ്ണ് കപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ദൈവമേ. ഞാൻ പറയുന്നത്, ഞാൻ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. അതായത് ഒരാള് ഇപ്പൊ എക്സാമ്പിൾ ഇപ്പം പല സിനിമകൾ ഇറങ്ങുമ്പോൾ ഇപ്പം ഞാനടക്കം എന്റെ റിവ്യൂ ഒന്നും അങ്ങനെ അധികം ആൾക്കാർ കാണാറില്ല. 10,000 1,500 പേരൊക്കെ കാണുന്ന ചെറിയൊരു ചാനലാണ്. എന്നിരുന്നാൽ പോലും അതിനിടയിൽ പലപ്പോഴും ഞാൻ കമന്റ് ബോക്സ് കണ്ടിട്ടുണ്ട്, ഞാൻ പൈസ മേടിച്ചിട്ടാണ് ചെയ്യുന്നത്, പൈസ മേടിക്കുന്നുണ്ട്, പൈസ കിട്ടിയോണ്ടാണ് പോസിറ്റീവ് പറയുന്നത്, നെഗറ്റീവ് പറയുന്നതൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1,000-1,500 വ്യൂസ് ഉള്ള നമുക്കൊന്നും പൈസ പോയിട്ട് ഒരു തേങ്ങ അതിനകത്ത് കിട്ടാൻ പോകുന്നില്ല. അപ്പൊ അതൊക്കെ സെക്കൻഡറി ആണ്. ഞാൻ പറഞ്ഞു തന്നതല്ല, ഈ അശ്വന്ത് ഗോക്കിനെയൊക്കെ പോലെ ഇത്ര ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ചെന്നിട്ട് പൈസ മേടിച്ച് അതാ ഇതാന്നൊക്കെ പറഞ്ഞ് പ്രസ് മീറ്റ് വന്നിരുന്ന് തള്ളുമ്പോൾ അറ്റ്ലീസ്റ്റ് അതിനൊരു എവിഡൻസ്, എന്തെങ്കിലും ഒരു പ്രൂഫ് നമ്മുടെ കയ്യിൽ വെച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല. ഉറപ്പായിരുന്നു ഇന്നലെ ഞാൻ ആ പ്രസ് മീറ്റ് കണ്ടപ്പോഴേ എനിക്കറിയാം അശ്വത്തിന് ഒരു വീഡിയോ വരുമെന്ന്. പക്ഷെ ഞാൻ ആ വീഡിയോ പറ്റി ഞാനൊരു റിവ്യൂ പറയാം നിങ്ങളുടെ അടുത്ത്. അതായത് ഏതാണ്ട് 16 മിനിറ്റുള്ള ആ വീഡിയോയില് ആദ്യത്തെ ഒരു 6 മിനിറ്റോ 5 മിനിറ്റോ എന്ന് പറയുമ്പോഴത്തേക്ക് ആ കഥ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു സീനാണ്. പക്ഷെ അതിനുശേഷം എന്റെ പൊന്നുമോനെ, അതായത് എനിക്ക് തോന്നുന്നു ഈ അടുത്തൊന്നും ഒരു സിനിമ കണ്ടിട്ട്, ഒരു കോമഡി സിനിമ കണ്ടിട്ട് പോലും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് അത്രയും ചിരി വന്നിട്ടുണ്ടാവില്ല. അമ്മാതിരി നോക്ക്. അതായത് അത് അവർ അർഹിക്കുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ ഒരാളെ പറ്റി ഒരു അലിഗേഷൻ പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ജെന്യൂനിറ്റി ഉണ്ടാവണം. ഇപ്പൊ ഞാനിപ്പോ ഒരു സിനിമ ഇറക്കി അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഇറക്കി, ആ സാധനം മീൻസ് ആളുകളുടെ ഇടയിൽ വർക്കാവാതെ വരുമ്പം വഴിയെ പോകുന്നവരെയും അല്ലെങ്കിൽ അതിന് ആ പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിച്ചവരെ എല്ലാം കുറ്റം പറയാന്ന് പറയുന്ന ഒരു തോട്ട് അത്ര നല്ല കാര്യമൊന്നുമല്ല. പക്ഷെ ഇനി എനിക്ക് തോന്നുന്നു, പ്രത്യേകിച്ച് ആ താടിക്കാരൻ പ്രൊഡ്യൂസർ പാവപ്പെട്ട, ഇനി ഒരു കാരണവശാലും അശ്വന്ത് ഗോക്കിനെ എന്നല്ല ഈ ടൈപ്പിൽപ്പെട്ട ഒറ്റ മനുഷ്യരെയും ഇതേപോലെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മാതിരി കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ഒരിക്കലും ഇപ്പൊ അശ്വന്ത് ഇപ്പം ഈ പറയുന്ന നമ്മുടെ മാധവ് സുരേഷിനെ അല്ലെങ്കിൽ ആ താടിക്കാരനെ ഒക്കെ ചീത്ത വിളിക്കുന്നതിട്ടുള്ള സന്തോഷമല്ല ഞാൻ പറയണേ. ഞാൻ പറഞ്ഞത് അവരത് അർഹിക്കുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ സിനിമ ഇറക്കി, ആ സിനിമ കണ്ട ഒരാൾ അതിനെ പറ്റി അഭിപ്രായം പറയുമ്പോഴത്തേക്ക് അയാളെ മൊത്തത്തിൽ ഒരു വലിയ സമൂഹത്തിന് മുമ്പിലേക്ക് അയാൾ പൈസ മേടിച്ചാണ് ചെയ്യുന്നത്, അയാൾ കള്ളനാണ്, ഉടായിപ്പാണെന്നൊക്കെ ഒരു വരുത്തി തീർക്കാനുള്ള ശ്രമം ഉണ്ടല്ലോ. എന്റെ പൊന്നെ, ഒരു 2 മണിക്കൂർ 2 മണിക്കൂർ രാത്രി ആ വീഡിയോ ഇട്ടേക്കുന്നത്. എന്തായാലും ഇഷ്ടം പോലെ ചിരിക്കാനുള്ള, അല്ലെങ്കിൽ ഇപ്പൊ ഒരുപാട് കണ്ടന്റ് ഉള്ള സാധനമാണ്. അതേപോലെ തന്നെ ധ്യാനിന്റെയും നമ്മുടെ ശ്രീനിവാസന്റെയും ഒക്കെ റേഞ്ച് പുള്ളി അതിനകത്ത് പറയുന്നുണ്ട്. കാര്യം ഇത്രയൊക്കെ ഊക്കിയിട്ടും ധ്യാനൊന്നും എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളൊരു മെത്തേഡ് പറയുന്നുണ്ട്. ഇപ്പൊ ഒരു സിനിമ ഇറങ്ങി അത് കൊള്ളത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക് അവൻ ദ്രോഹിയായി, ദുഷ്ടനായി, പൈസ മേടിച്ച് ചെയ്യുന്നവരായി, എന്തായാലും കിട്ടാനുള്ളതെല്ലാം എരന്ന് വാങ്ങിയിട്ടുണ്ട്. അതായത് മറ്റേ ആകാശത്തൂടെ പോകുന്ന ഏണി മറ്റേ റോക്കറ്റ് പിടിച്ച് മേളിൽ ചെന്നിട്ട് ആ ഏണി മേടിച്ച് നമ്മൾ നെഞ്ചത്തിട്ട് പൊട്ടിക്കുന്ന ഒരു അവസ്ഥയാണ് എന്തായാലും അവർ കാണിച്ചിട്ടുള്ളത്. എന്തായാലും നല്ല ഊക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ എന്തായാലും ഊക്ക് സ്റ്റാർ ഒന്നും കൂടെ അറിയപ്പെടാൻ പറ്റുന്ന എല്ലാ യോഗ്യത അവർ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഡിഫമേഷൻ കേസും ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പൊ ഇനിയിപ്പോ ലീഗൽ സൈഡും കൂടെ വരുമ്പോഴത്തേക്ക് ഹാപ്പി ആയി. എന്തായാലും അത് ചോദിച്ച് വാങ്ങിച്ചതിന് നന്ദി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ കിട്ടിയതും. അത് കണ്ടിട്ട് അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ചൊരു സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എരന്ന് വാങ്ങുന്നവർക്ക് കൊടുക്കണം, കറക്റ്റായിട്ട് കൊടുക്കണം. അത് കറക്റ്റായിട്ട് തലക്കടിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. ഗൈസ്, അപ്പൊ ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ പറയുന്ന അശ്വന്ത് ഗോക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ഞാൻ ഈ ചെറിയ ചാനലാണ്, എന്തിനടക്കം നമ്മൾ ആരും പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ സിനിമ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യണം എന്നുള്ളതല്ല മാറ്റർ. ഇപ്പൊ ഒരാളൊരു അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായം പോസിറ്റീവായിട്ട് എടുക്കാം, നെഗറ്റീവായിട്ട് എടുക്കാം. അല്ലാതെ നേരെ കയറി വന്നിട്ട് പച്ചയ്ക്ക് പ്രസ് മീറ്റ് വിളിച്ചിട്ട് അയാളെ ഊക്കുമ്പോൾ അതിന് സാധനങ്ങളൊക്കെ എന്തായാലും കിട്ടണം. അത് കിട്ടുമ്പോഴേ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. അപ്പോഴേ നാളെ വേറൊരാൾക്ക് ഈ വീഡിയോ ചെല്ലുമ്പോൾ ഇതേപോലെ ഒരു കണ്ടന്റ് പ്രസ് മീറ്റ് വന്നിരുന്ന പറയാൻ തോന്നുമ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്ന ഊക്കിന്റെ ഗ്രാവിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ഒരു ക്ലാരിറ്റി എടുത്തുള്ളൂ. അപ്പൊ എന്തായാലും ഈ പറയുന്ന 16 മിനിറ്റുള്ള ഒരു ഷോർട്ട് ഫിലിം വീഡിയോ ഇറക്കി ഇത്രയും ഒരു നല്ല മൊമെന്റ് തന്ന അശ്വന്ത് ഗോക്കിന് എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് പറയട്ടെ. എല്ലാവരും പോയി ആ വീഡിയോ കണ്ടു.
രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, പബ്ലിക് ആയിട്ടിരുന്ന ആ വീഡിയോ കാണുമ്പോൾ ഹെഡ്സെറ്റ് ഉപയോഗിക്കുക. പിന്നെ ചീത്ത വിളിയൊക്കെ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാളെ ചീത്ത വിളിക്കുമ്പോഴൊക്കെ അത് ഭയങ്കര മാനസികമായി സമ്മർദ്ദം ഉണ്ടാക്കുന്നവരൊന്നും കാണണ്ട. അതല്ലാണ്ട് ഒരു ഫൺ മൂടി കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയി കണ്ടോ. കിടിലൻ സാധനമാണ്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള ജസ്റ്റ് അത് കമന്റ് ചെയ്തേക്ക്. ഓക്കെ, ബൈ.